ഈശ്വരാധീനം പോകാൻ കാരണം സാധാരണ ആൾക്ക് പിതൃപ്രീതി ഇല്ലാതുകൊണ്ടോ അവർക്ക് പരദേവത അപ്രീതി ഉള്ളതുകൊണ്ടോ ഒക്കെ ആയിരിക്കും. അവർ സങ്കല്പത്തിൽ അവരുടെ പരദേവതയുടെ മുമ്പിൽ പോയി ഒരു വിളക്ക് കത്തിച്ച് പരദേവതയുടെ നടക്കി വെക്കണതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഞാൻ റേക്ക് ചെയ്തു. അതിൻ്റെ ഫലം കിട്ടിയത് ഉടനെയാണ്. മുട്ടുവേദന ഇമ്മീഡിയറ്റ് ആയിട്ട് മാറി. അവർ എഴുന്നേക്കുന്നത് മുട്ടുവേദന മാറി എന്ന് പറഞ്ഞിട്ടാണ്. മത്സ്യം കഴിക്കുമ്പോൾ, മാംസം കഴിക്കുമ്പോൾ, മദ്യപാനം ചെയ്യുമ്പോൾ, ചണ്ടാളന്മാരോട് സഹവസിക്കുമ്പോൾ നിർബന്ധമായ രുദ്രാക്ഷം ധരിക്കണം എന്ന് എഴുതി വെച്ചേക്കുന്നു. എന്തുകൊണ്ടാണ് ഈ സപ്താഹാചാര്യന്മാരോ അല്ലെങ്കിൽ നവാഹത്തിൻ്റെ ആചാര്യന്മാരോ ആയിട്ടുള്ള ആളുകൾ മനുഷ്യരുടെ ഇടയിൽ ഇത് പ്രചരിപ്പിക്കാതെ ഇത്രയും കാലം ഇതിനെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ച് എന്തുകൊണ്ടായിരിക്കും? ഞാൻ ആദ്യം കലഹിച്ചത് അതിനാണ്. നിങ്ങൾ എന്ത് കാണിക്കുകയാണെന്ന് ചോദിച്ചത്. ഇതുപോലത്തെ എന്തോരം കാര്യങ്ങളാണ് ഇതിൻ്റെ അടിയിലുള്ളതെന്ന് അറിയോ? അത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാലേ അതിനെ പറ്റിയിട്ട് ഞങ്ങളാകെ സ്റ്റണ്ട് അടിച്ചിരിക്കുകയാണ്. ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു അസ്വസ്ഥത തോന്നി. അദ്ദേഹം റേക്കി മാസ്റ്ററാണ്. എഴുന്നേറ്റു അതിൽ നിന്ന് അവർ വച്ചേക്കണ പലകയിൽ നിന്ന് എഴുന്നേറ്റ് അതൊന്ന് കുടഞ്ഞു വിരിക്കണം എന്ന് തോന്നി. ഇൻഡ്യൂഷൻ. അത് കുടഞ്ഞു വിരിച്ചപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു തകിട് വെളിയിൽ ചാടി. ദൈവച്ചന് വെച്ചേക്കണ കൂടോത്രം അതിനുശേഷം അവനവൻ്റെ ആസനം കൊണ്ടുപോയിട്ട് ഇരിക്കുള്ളൂ എന്ന് തീരുമാനിച്ചു. നമുക്ക് സാധാരണ ദേവഋണം, പിതൃഋണം, അതിഥിഋണം, ഇങ്ങനെ ഋണങ്ങളുണ്ടല്ലോ. ഋഷിഋണം. ഇത്തരത്തിലുള്ള ഋണങ്ങൾ കാരണമാണ് നമ്മൾ ദേവതാ ഉപാസന ചെയ്യുന്നതും മേശാന്തിമാർക്ക് ദാനം കൊടുക്കുന്നതും അതുപോലെ സന്യാസിമാരെ സൽക്കരിക്കുന്നതും അതിഥികളെ പൂജിക്കുന്നതുമൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ഋണം അവിടെ നിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിന് ഇതുപോലൊരു ക്രിസ്റ്റൽ പരിഹാരമാകുമോ? ഒരു പക്ഷേ നമുക്ക് ആ സമയത്ത് അവരുടെ ആ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് പറ്റണ്ടെന്നാണ് കാണുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ഈ സ്പെസിഫിക് ആയിട്ട് ഋണങ്ങളെ പറ്റിയിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. നമുക്ക് ജ്യോത്സ്യനെ കൂട്ടിയിരുത്തിയല്ല നമ്മൾ നോക്കണത്. ഇവർക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അത് പരിഹരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെയെന്ന് നമ്മൾ നോക്കിയിട്ടില്ല. അത് ഒരു നല്ല ഗവേഷണ വിഷയമാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, ഒരാളുമായിട്ട് സംസാരിച്ചു. അവർക്ക് മുട്ടുവേദന, അവരെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ മുട്ടുവേദനയ്ക്ക് ചികിത്സിക്കുന്നതിനിടയിൽ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈശ്വരാധീനം ഇല്ല. ഈശ്വരാധീനം ഇല്ല എന്നുള്ള സാധനം നമുക്ക് ടെക്നിക്കലി ഫീൽ ചെയ്യുന്നതാണ്. കയ്യിൽ റേക്കി ചെയ്യണ സമയത്ത് നമ്മുടെ കയ്യിൽ ഫീൽ ചെയ്യുന്ന ഒരു വിഷയമാണിത്. അത് അവർക്ക് ഹാരാലൈൻ എന്നും പറഞ്ഞിട്ട് നമ്മൾ റേക്കിക്കാരൻ അല്ലെങ്കിൽ എനർജി ഹീലേഴ്സ് പറയുന്ന ഹാരാലൈനാണിത്. ഇത് സഹസ്രാരത്തിലേക്ക് വന്ന് അവതരിച്ച് ശരീരത്തിലൂടെ കടന്ന് മൂലാധാരത്തിലൂടെ ഭൂമിയുടെ കോറിലേക്കും അന്തരീക്ഷത്തിൻ്റെ കോറിലേക്കും അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ കോറിലേക്കും കണക്ട് ചെയ്തിട്ടിരിക്കുന്ന അച്ചുതണ്ടാണെന്ന് വിചാരിച്ച് നോക്കിയാൽ ഒരു ഹെയർലൈൻ പോലത്തെ ഒരു എനർജി കണക്ഷൻ. ആ കണക്ഷൻ പൊട്ടി നിൽക്കുന്ന ആളെയാണ് മുട്ടുവേദനയായിട്ട് വന്ന് നമ്മൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് അവരോട് ചോദിച്ചു, നിങ്ങൾ ഈശ്വരാധീനം പോകാൻ കാരണം സാധാരണ ആൾക്ക് പിതൃപ്രീതി ഇല്ലാതുകൊണ്ടോ അവർക്ക് പരദേവത അപ്രീതി ഉള്ളതുകൊണ്ടോ ഒക്കെ ആയിരിക്കും. അപ്പോൾ പരദേവതാ പ്രീതി ഇല്ലാത്തതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ ഇപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. പരദേവതയുടെ ക്ഷേത്രത്തിൽ പോയിട്ടാണ് നേരെ ഇങ്ങോട്ടേക്ക് വന്നേക്കണേ. അപ്പോൾ അങ്ങനെ പറയാം. അപ്പോൾ ശരിയായിട്ടില്ലല്ലോ. ഞാൻ മനസ്സുകൊണ്ട് നിങ്ങൾ പോയിട്ടില്ല അവിടെ. നിങ്ങൾ ടെക്നിക്കലി പോയി ആരാണ്ടൊക്കെ നിർബന്ധിച്ച കാരണം പരദേവതയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സുകൊണ്ട് നിങ്ങൾ അവിടെ എത്തിയിട്ടില്ല അതുവരെ. അപ്പോൾ ഞാനൊരു സൂത്രം ചെയ്യട്ടെ. ഞാനൊരു മെഡിറ്റേഷൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഞാൻ അവരെ കണ്ണടപ്പിച്ചു. അവർ സങ്കല്പത്തിൽ അവരുടെ പരദേവതയുടെ മുമ്പിൽ പോയി ഒരു വിളക്ക് കത്തിച്ച് പരദേവതയുടെ നടക്കി വെക്കണതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഞാൻ റേക്ക് ചെയ്തു. അതിൻ്റെ ഫലം കിട്ടിയത് ഉടനെയാണ്. മുട്ടുവേദന ഇമ്മീഡിയറ്റ് ആയിട്ട് മാറി. അവർ എഴുന്നേക്കുന്നത് മുട്ടുവേദന മാറി എന്ന് പറഞ്ഞിട്ടാണ്. വെറുതെ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടാവാം. ആയിക്കോട്ടെ, വേദന മാറിയോ? എനർജി കൊടുത്തിട്ടാണോ? വെറുതെ മെഡിറ്റേഷൻ ചെയ്തിട്ടാണോ? ഒരു ക്രിസ്റ്റൽ ഉപയോഗിക്കുമ്പം ഈ പരദേവതാ വിഷയത്തിലേക്ക് ശ്രദ്ധിക്കണമെന്നും പിതൃപ്രീതി വരുത്തണം എന്നുള്ളൊരു ബോധം ഉണ്ടാവുകയും പിന്നീട് ഇവർ അതിനുള്ള ക്രിയകളിലേക്ക് കടക്കുകയും സ്വാഭാവികമായിട്ട് സംഭവിക്കാറുണ്ട്. ഉറപ്പായും സംഭവിക്കുന്നത് ഭഗവത്ഗീതയിലെ ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എപ്പോഴും പറയണത് ഞാൻ എന്ന് പറഞ്ഞിട്ടാണല്ലോ. എല്ലാ വിഷയങ്ങളും എന്നിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിതൃ അപ്രീതി ഉണ്ടെന്ന് പറഞ്ഞാലും അത് നമ്മുടെ ഉള്ളിലാണുള്ളത്. പരദേവതയുടെ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാലും അത് നമ്മുടെ ഉള്ളിലാണുള്ളത്. നമുക്കിപ്പോൾ നമ്മുടെ പരദേവതയെ കണ്ടെത്തി അതിനെ പൂജിക്കണമെന്ന് എവിടെയാണെന്ന് അറിയാതെ വന്നാൽ എന്തിനു വിഷമിക്കണം? നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ജീനിൽ ഈ ദേവത ഇല്ലേ? നമ്മുടെ ഈ ജീനിൽ നിന്ന് നമുക്ക് അതിനെ വെളിയിലേക്ക് കൊണ്ടുവന്ന് വേണമെങ്കിൽ പൂജിക്കാം. അല്ലെങ്കിൽ അകത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് റേക്കി ചെയ്തോ വേറെ ഏതെങ്കിലും പ്രകാരത്തിലോ അതിനെ എനർജൈസ് ചെയ്താൽ, അത് സാറ്റിസ്ഫൈഡ് ആയാൽ, എനർജി സാറ്റിസ്ഫൈഡ് ആയാൽ ഈ ആൾക്ക് പരദേവതാ പ്രീതി പൂർണ്ണമായിട്ട് കിട്ടും. ഈ ആൾക്ക് പിതൃപ്രീതി സമ്പൂർണ്ണമായിട്ട് കിട്ടും. റേക്കിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, ഇയാൾ റേക്കി കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം അയാൾക്ക് പരദേവതാ പ്രീതി ഉണ്ടാവും.
അയാൾക്ക് പിതൃപ്രീതി ഉണ്ടാവും. അയാൾക്ക് മറ്റേ എന്ത് ദോഷം ഉണ്ടെങ്കിലും ആ ദോഷം വാനിഷ് ചെയ്ത് അയാൾ പെർഫെക്റ്റിലേക്ക് പോകാം. ഇത് റേക്കി ചെയ്യണില്ലാത്ത ഒരാളിലേക്ക് നമ്മൾ അവർക്ക് ഉപദേശം കൊടുത്ത് കൊണ്ടുപോകാനാണെങ്കിൽ അവരെ ഏതെങ്കിലും ക്രിസ്റ്റൽ വഴി കൊണ്ടുപോകാൻ എനർജൈസ് ചെയ്ത്, അവരെ രുദ്രാക്ഷം വഴി കൊണ്ടുപോകാൻ നമുക്ക് എനർജൈസ് ചെയ്യിപ്പിച്ച് അവരെ നമുക്ക് പൂജയുടെ വഴിയിലൂടെ കൊണ്ടുവരാം. അനേക വഴികളിലൂടെ നമുക്ക് ആ ആളിനെ എനർജിയെ സാറ്റിസ്ഫൈ ചെയ്യാം. സംഭവിക്കേണ്ടത് വ്യക്തിയുടെ ശരീരത്തിലെ എനർജിയുടെ ബാലൻസിങ് ആണ്, ഫ്രീക്വൻസി മാറ്റമാണ്. നമുക്ക് ഉറപ്പായിട്ടും ഗൗരീശങ്കര രുദ്രാക്ഷം ധരിപ്പിച്ചു പുസ്തകത്തിൽ എഴുതി വെച്ചേക്കണത് നമ്മൾ വായിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. നമുക്ക് ഉറപ്പ് വല്ലതും ഉണ്ടോ? ഗൗരീശങ്കര രുദ്രാക്ഷം ധരിച്ചാൽ 21 തലമുറയിലെ പിതൃക്കൾ പ്രീതിപ്പെടും എന്നാണ് വെച്ചേക്കണത്. അതെ, വരാനിരിക്കുന്ന 21 തലമുറയിലെ മക്കൾക്ക് ഇന്ന് ഇത് ധരിച്ച് ഇയാൾ ഈ 2026 ഇയാൾ ധരിച്ചതിൻ്റെ പ്രയോജനം വരാനിരിക്കുന്ന 21 തലമുറയിലെ അവരുടെ പരമ്പരയ്ക്ക് ഉണ്ടാകും എന്നും എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് തെളിവുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഒരു വർഷം കഴിഞ്ഞിട്ട് അതികഠിനമായ അപ്രീതിയുള്ള ആൾ ഗൗരീശങ്കരൻ ഞാൻ പറഞ്ഞതുകൊണ്ട് ധരിച്ചു, പൈസ ഉള്ളതുകൊണ്ട് ധരിച്ചു എന്ന് മാത്രം. കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും വേറെ ആവശ്യത്തിന് ജ്യോത്സ്യനെ കാണുമ്പോഴാണ് പിതൃപ്രീതി ഉറപ്പായി, ഓക്കെയാണ് എന്ന് പറഞ്ഞത്. നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിക്കണേ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, ഒരു പൂജയും കഴിച്ചിട്ടൊന്നുമില്ല എന്ന്. ആകെ പിന്നെ പുറകോട്ട് അന്വേഷിച്ചാൽ കിട്ടുന്നത് ഗൗരീശങ്കരം രുദ്രാക്ഷം ധരിച്ചു എന്നുള്ളതാണ്. അതിലേക്ക് രുദ്രാക്ഷത്തിലേക്ക് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. ഈ രുദ്രാക്ഷം എന്ന് പറയുന്ന, എല്ലാവർക്കും രുദ്രാക്ഷം എന്നുള്ള പേരിൽ ഒരു സ്ലോഗൻ വരികയും ആ സ്ലോഗനിലൂടെ കോസ്മോക്കി എന്ന് പറഞ്ഞൊരു കമ്പനി ഫോം ചെയ്ത് ആളുകളെല്ലാം രുദ്രാക്ഷം പ്രദർശിപ്പിച്ച് അതിലുള്ള സംശയങ്ങളൊക്കെ നീക്കി. ആദ്യകാലത്ത് ഇതിനേക്ക് ആളുകൾക്ക് ഭയം ഉണ്ടായിരുന്നു. ആ ഭയത്തെ മുഴുവൻ മാറ്റി കൊണ്ടുവന്നത് മുരളിച്ചേട്ടനാണ്. ഇപ്പോൾ ഒരുപാട് പേര് രുദ്രാക്ഷം വിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ആദ്യകാലത്ത് വിറ്റ ഒരേ ഒരാൾ മുരളിച്ചേട്ടനാണ്. എങ്ങനെയാണ് ഈ രുദ്രാക്ഷത്തിലേക്ക് തിരിയാനുള്ള കാരണം? അതും മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഈ ഈശ്വര നിശ്ചയം നമ്മളെ അതിലേക്ക് വലിച്ചിട്ടതാണ്. അല്ലാതെ വേറെ ഒന്നും എനിക്കതിൽ പറയാനില്ല. ഞാൻ മുമ്പ് പ്രോഗ്രാം ചെയ്തിരുന്നേ അല്ല, യാദൃച്ഛാല വന്ന് പെടുകയാണ് അതിൽ. ഒരു കുംഭമേളയിൽ വെച്ചിട്ട് ഒരു 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 നോട്ടീസ് കിട്ടി എനിക്ക്. അത് വെറുതെ കയ്യിൽ വെച്ചു. അതിൽ രുദ്രാക്ഷം എന്നൊന്നുമില്ല. അത് ഞാൻ വളരെ കാലം സൂക്ഷിച്ചു വെച്ചു. നോട്ടീസ് ഒരു വിസിറ്റിംഗ് കാർഡോ സംതിങ്. അത് ഒരു വശത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു കാലത്ത് കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്നോട് എൻ്റെ ഒരു സുഹൃത്ത്, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത്, എന്നെ എപ്പോഴും എൻ്റെ നേട്ടം കാണാൻ വേണ്ടി എൻ്റെ പുറകെ നടന്ന് എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്ത് എന്നോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ ഇരുന്നാൽ പറ്റില്ല, വളരെ ലേസി ആയിട്ട് കടന്നു പോവാണ് കാലം, ഒരുപാട് കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട്, നിങ്ങൾക്കൊരു റേക്കി ക്ലിനിക്ക് തുടങ്ങിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രേരിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് പ്രേരിപ്പിച്ചിട്ടും ഞാൻ പൊങ്ങണില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം എന്നെ ഒരു രുദ്രാക്ഷം ധരിപ്പിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ തീരുമാനം അനുസരിച്ച് എന്നെ പിടിച്ച പിടിയാലെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് രുദ്രാക്ഷം തേടിപ്പോയി. അവിടെ ചെന്ന് എന്നോട് 10 മുഖ രുദ്രാക്ഷം ധരിക്കണം എന്ന് പറഞ്ഞു. 10 മുഖ രുദ്രാക്ഷം എടുത്തു വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് ഇഷ്ടമാവണില്ല. അത് കണ്ടിട്ട് ഇഷ്ടമാവണില്ല. എനിക്ക് വേറെ എന്തോ ഒരു സാധനത്തിനൂടെ അടുപ്പം. അങ്ങനെ ഞാൻ 10 മുഖ രുദ്രാക്ഷം കൈ പിടിച്ചുകൊണ്ട് എൻ്റെ ഒരു ജ്യോതിഷൻ സുഹൃത്ത് ചേട്ടൻ ആയിട്ടുള്ള ഉണ്ണിച്ചേട്ടനോട് ഞാനതിനെക്കുറിച്ച് സംസാരിച്ചു. ഉണ്ണിച്ചേട്ടൻ ഫോണിലാണ്. ഞാൻ ഫോണിൽ വിളിച്ചു, ഉണ്ണിച്ചേട്ടാ എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്, ആ സാധനം എനിക്ക് യോജിക്കുകയോ ഇല്ലയോ എന്നൊന്ന് പറഞ്ഞു തരണം. താനൊരു സംഖ്യ പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാനൊരു സംഖ്യ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ആ സാധനം കൊള്ളിലിടുമോ, അതിനെന്തോ കേടുണ്ട്. എന്ത് സാധനമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അത് വിട്ടേക്ക്, വേറെ നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി എന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ പിന്നെ തോന്നുന്നത് 12 മുഖം ധരിക്കണം എന്നാണ്. 12 മുഖം രുദ്രാക്ഷം ഉണ്ടോ എന്ന് ഞാൻ ആ കടക്കാരനോട് ചോദിച്ചു. അദ്ദേഹം 12 മുഖം എടുത്ത് കുറച്ചെണ്ണം നിരത്തി വെച്ചു. അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ പിടിച്ചിട്ട് ഉണ്ണിച്ചേട്ടനെ വേണ്ടി വിളിച്ചു. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ എന്നോട് പറയുകയാണ്, ഇത് എന്ത് സാധനമാണെന്ന് താൻ പറഞ്ഞില്ല, എന്തായാലും കയ്യിലിരിക്കുന്നത് വളരെ നമുക്ക് ജീവിതത്തിന് വലിയൊരു മുമ്പോട്ട് പമ്പിങ് തരാൻ പോകണം, അത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചോദിച്ച് വില കൊടുക്കേണ്ടതാണെങ്കിൽ കൂടുതൽ വില കൊടുത്ത് വാങ്ങിച്ചോളണം, അവർ പറയുന്ന വിലയേക്കാൾ കൂടുതൽ വില കൊടുത്തിട്ട് അത് വാങ്ങിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു. എന്നിട്ട് അത് അദ്ദേഹത്തിനെ കൊണ്ട് കാണിച്ചു, അതിൻ്റെ ഗുണാഗുണങ്ങൾ ചിന്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനത് ധരിച്ചു തുടങ്ങി. അതിന് ശേഷം പിന്നെ പരപ്രേരണ വേണ്ടി വന്നിട്ടില്ല. ഞാനൊരു PROനെ നിയമിച്ച പോലത്തെ ഒരു അവസ്ഥയായിരുന്നു എനിക്കുണ്ടായത്. ഈ 12 മുഖ രുദ്രാക്ഷം എനിക്ക് മുന്നേ നടന്ന് പല കാര്യങ്ങളും എനിക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്യുന്നത് പോലുള്ള അനുഭവങ്ങളായിരുന്നു പിന്നെ വന്നത്.
ക്ലിനിക്ക് തുടങ്ങാനുള്ള ഒരു അവസ്ഥ ഉണ്ടായി പെട്ടെന്ന് അത് ആ ക്ലിനിക്ക് തുടങ്ങിയിരിക്കുന്ന സമയത്താണ് നമുക്ക് ക്ലിനിക്കിലേക്ക് ആളെ ആകർഷിക്കാൻ എന്തെങ്കിലും ഒരു പുതുമയുള്ള പരിപാടി വേണം. ആ പുതുമയുള്ള പരിപാടിക്ക് എന്തെങ്കിലും ഒരു പ്രദർശനം വെക്കാൻ തീരുമാനിച്ചു. ആ പ്രദർശനം ഹിമാലയത്തിൻ്റെ നമ്മൾ കൈലാസ് ദർശനത്തിൻ്റെ ചിത്ര പ്രദർശനം വയ്ക്കാം, വീഡിയോ പ്രദർശനം വയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് പല ഓപ്ഷനുകൾ വന്നു. അതിലൊരു ഓപ്ഷനായിരുന്നു രുദ്രാക്ഷത്തിൻ്റെ പ്രദർശനം വയ്ക്കുന്നതിനെ പറ്റി. അപ്പോഴത്തേക്കും നമുക്ക് തീർച്ചയായിട്ടില്ല ഇതുകൊണ്ടാണ് ഈ 12 മുഖം ധരിച്ചിട്ടാണ് ഇങ്ങനെയെന്നുള്ള തീർച്ചയൊന്നുമില്ല. പക്ഷെ പിന്നീടുള്ള അനുഭവങ്ങൾ അത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു ഉണ്ടായത്. രുദ്രാക്ഷത്തിൻ്റെ ആളുകളെ തേടി ആദ്യം കണ്ട വിസിറ്റിംഗ് കാർഡിലെ ആളിനോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളൂ. അവരുടെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അവരെനിക്ക് സാധനങ്ങൾ അയച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത്യാവശ്യം ഭേദപ്പെട്ട കുറച്ച് കളക്ഷനും വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ രുദ്രാക്ഷ പ്രദർശനം നടത്തി. അങ്ങനെയായിരുന്നു രുദ്രാക്ഷത്തിൻ്റെ മേഖലയിലേക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരാത്ത തരത്തിൽ നമ്മൾ വന്നു. പക്ഷേ അപ്പോഴും ഇത് വെറുതെ ഒരു പ്രദർശനം മാത്രമായിരുന്നു. ഇതിൻ്റെ തുടർ പരിപാടികളെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ധരിച്ചേക്കുന്ന രുദ്രാക്ഷം ഊരി വയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എനിക്ക് പലരും ഉപദേശം തരാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞിന് ചെറിയ പ്രായമുള്ളൂ, എൻ്റെ ഭാര്യ യുവതിയാണ്, എനിക്ക് ചെറിയ പ്രായമുള്ളൂ, ഇങ്ങനെയുള്ള ആളുകൾ രുദ്രാക്ഷം ധരിക്കാറായിട്ടില്ല, അതുകൊണ്ട് താൻ രുദ്രാക്ഷം ഊരി വയ്ക്കണം എന്നുള്ള നമ്മുടെ കാരണവന്മാരുടെ പലരുടെ ഉപദേശം വന്നപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയണം എന്നുള്ളത് എൻ്റെ ഒരു സ്വഭാവമായതുകൊണ്ട് ഞാൻ എൻ്റെ ജ്യോതിഷത്തിലെ ഗുരുവായിട്ടുള്ളതും റേക്കി ഞാൻ അദ്ദേഹത്തിനെ പഠിപ്പിച്ചിട്ടുമുണ്ട്. എനിക്ക് പലതരത്തിലും എൻ്റെ കുടുംബ സുഹൃത്തുമായിട്ടുള്ള ഗുരുവിൻ്റെ അടുത്ത് ചെന്നു. എഴുപത്ത് ഗംഗാധര മേനോൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ജ്യോത്സ്യനായിരുന്നു അദ്ദേഹം, ദൈവജ്ഞനായിരുന്നു, ഭാഗവതാചാര്യനായിരുന്നു. രാമായണത്തിനെ നമ്മൾ സപ്താഹം പോലെ നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹം. 6 തരത്തിൽ നമ്മുടെ ലളിതാ സഹസ്രനാമത്തിനെ ഓരോ നാമത്തിനും 6 തരത്തിലുള്ള വ്യാഖ്യാനം പറയാൻ കഴിവുള്ള ആളായിരുന്നു. കഷ്ടപ്പെട്ടു പോയി നമുക്കതൊക്കെ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചെന്നിട്ട് ചോദിച്ചു, ഞാൻ രുദ്രാക്ഷം ധരിച്ചത് അറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിനെ എന്നോട് ആളുകൾ ഊരി വയ്ക്കാൻ പറയുന്നല്ലോ, ഇതെങ്ങനെയായിരിക്കും, ഇതെന്താണ് ഇതിൻ്റെ ശാസ്ത്രം, ഞാൻ ധരിച്ചുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ, അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഉടനെ എനിക്ക് അദ്ദേഹം അലമാര തുറന്ന് വലിയൊരു ഗ്രന്ഥം എടുത്തിട്ട് ആ ഗ്രന്ഥത്തിൽ നിന്ന് പടയെന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം മറച്ചു. ആ ഭാഗം മാർക്ക് ചെയ്തു. അതിൻ്റെ പുറകിൽ 5-6 പേജ് മറിച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് തന്നിട്ട് പറഞ്ഞു, ഈ ബുക്ക് കൊണ്ടുപോയി ഈ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ ഫോട്ടോകോപ്പി എടുത്തിട്ട് വരാൻ പറഞ്ഞു. ആ ഫോട്ടോകോപ്പി എടുത്തുകൊണ്ട് വന്നത് എൻ്റെ കയ്യിൽ കോപ്പി എൻ്റെ കയ്യിൽ തന്നു. പുസ്തകം അദ്ദേഹം എടുത്ത് അലമാരയിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി താൻ വായിക്ക്, എല്ലാത്തിനും ഉത്തരവാദിത്തമുണ്ടെന്ന്. 1 മണിക്കൂറിനകം ഞാൻ തിരിച്ച് ഫോൺ ചെയ്തു, ഇതെന്താണ് ഇതിൽ എഴുതി വെച്ചേക്കണത്? മത്സ്യം കഴിക്കുമ്പോൾ, മാംസം കഴിക്കുമ്പോൾ, മദ്യപാനം ചെയ്യുമ്പോൾ, ചണ്ടാളന്മാരോട് സഹവസിക്കുമ്പോൾ നിർബന്ധമായി രുദ്രാക്ഷം ധരിക്കണം എന്ന് എഴുതി വെച്ചേക്കണു. നമ്മുടെ ആളുകൾ എന്താ വിചാരിച്ച് വെച്ചേക്കുന്നത്? മത്സ്യം കഴിക്കാൻ പാടില്ല, മത്സ്യം കഴിക്കുന്ന ആളുകൾക്ക് രുദ്രാക്ഷം ധരിക്കാൻ പാടില്ല, സാധാരണ മിശ്രഭോജികളായിട്ടുള്ള ആളുകൾ രുദ്രാക്ഷം ധരിക്കാൻ പാടില്ല, വിവാഹം കഴിച്ച ആളുകൾ രുദ്രാക്ഷം ധരിക്കാൻ പാടില്ല. ഇങ്ങനെ ധാരണപ്പശികളാണല്ലോ, ഇത് മുഴുവൻ പൊളിയാണല്ലോ ഇത് കാണുമ്പോൾ. ശുഭമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും അശുഭമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും രുദ്രാക്ഷം ധരിക്കണം. പിന്നീട് ഓരോ പുസ്തകങ്ങൾ പിന്നെ നോക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെ കാണുന്നു, ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും മൈഥുനം ചെയ്യുമ്പോഴും രുദ്രാക്ഷം ധരിക്കണം എന്ന് കാണുന്നു. പിന്നെ നമ്മുടെ യുക്തികൾ പ്രവർത്തിക്കാൻ തുടങ്ങി. നമുക്ക് എനർജിയെ പറ്റിയിട്ടുണ്ടായ ധാരണ, റേക്കിയിൽ നിന്ന് കിട്ടിയ ധാരണയും രുദ്രാക്ഷത്തിൻ്റെ എനർജി ഹീലിംഗ് ശക്തിയും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ പറ്റി. അതിനുശേഷമാണ് നമ്മൾ എല്ലാവർക്കും രുദ്രാക്ഷം, ഞാൻ അദ്ദേഹത്തിനോട്, ഗുരുവിനോട് കൊടുത്ത വാക്കാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിൻ്റെ പ്രചാരണം ചെയ്തുകൂടെയെന്ന്. ദേവീഭാഗത്തിലെ അവസാന ഭാഗത്താണ് ഈ രുദ്രാക്ഷത്തെപ്പറ്റിയും തുളസിയെപ്പറ്റിയൊക്കെ പറഞ്ഞു പോകുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ ദേവീഭാഗവത നവാഹയജ്ഞം ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ ക്ഷേത്രങ്ങളിൽ കാണുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ സപ്താഹാചാര്യന്മാരോ അല്ലെങ്കിൽ നവാഹത്തിൻ്റെ ആചാര്യന്മാരോ ആയിട്ടുള്ള ആളുകൾ മനുഷ്യരുടെ ഇടയിൽ ഇത് പ്രചരിപ്പിക്കാതെ ഇത്രയും കാലം ഇതിനെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ എന്തുകൊണ്ടായിരിക്കും? അമ്പിളിച്ചേട്ടനോട് എൻ്റെ ചേട്ടനായിട്ടാണെങ്കിലും ഗുരുസ്ഥാനത്താണെങ്കിലും ഞാൻ ആദ്യം കലഹിച്ചത് അതിനാണ്. നിങ്ങൾ എന്ത് കാണിക്കുകയാണെന്നാണ് ചോദിച്ചത്. അതാ ചോദിച്ചോ, അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു, നീ ഒരെണ്ണം കണ്ടപ്പോഴത്തേക്കും കിടന്ന് ഹാലളകണം എന്തിനാ? ഇതുപോലത്തെ എന്തോരം കാര്യങ്ങളാണ് ഇതിൻ്റെ അടിയിലുള്ളതെന്ന് അറിയോ? അത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാലേ അതിനെ പറ്റിയിട്ട് ഞങ്ങളാകെ സ്റ്റണ്ടടിച്ചിരിക്കുകയാണ്. ഇതൊന്നും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് വേണ്ട, ഇത് പറഞ്ഞ ആളിനെ വേണ്ടാന്ന് വെക്കും. അങ്ങനെയാണ് അദ്ദേഹം ജ്യോതിഷത്തിൽ നിന്ന് തന്നെ വിരമിച്ച ആളാണ്.
എന്തിനാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് അവർക്കിഷ്ടമുള്ള രീതിയിൽ ജ്യോതിഷം പറയാനാണ് ദൈവജ്ഞനെ വിളിക്കണേ. കമ്മിറ്റിക്കാർക്ക് ഇഷ്ടപ്പെട്ട രീതി പറയണം. അത് എനിക്ക് പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പരിപാടി പടം മടക്കി പറഞ്ഞു വന്നുകൊണ്ട് പറഞ്ഞാണ്. അത് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ കമ്മിറ്റിക്കാർ 2 തട്ടാവും പലയിടത്തും. അപ്പം ദേവപ്രശ്നം വയ്ക്കുന്നത് നിലവിൽ ആക്ടിംഗ് കമ്മിറ്റി ആയിരിക്കും. പഴയ കമ്മിറ്റി വേറെ, വഴക്കുള്ളവർ വേറെ ഉണ്ടാവാം. അപ്പോൾ ഈ ദൈവജ്ഞനെ കൊണ്ടുവന്ന് ലോഡ്ജിൽ അല്ലെ ഹോട്ടൽ റൂമിൽ ആരും കാണാതെ താമസിപ്പിക്കുക. ആരാണ് ദൈവജ്ഞൻ എന്ന് പോലും പറയില്ല. MLA-മാരെ കൊണ്ട് നടക്കുന്നത്. എന്നിട്ട് അന്ന് രാവിലെയാണ് ദൈവജ്ഞൻ അവതരിക്കുന്നത്. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, ഒരു പ്രാവശ്യം ഒരു കമ്മിറ്റിക്കാരോട് ചോദിച്ചു, നിങ്ങൾ വിളിക്കുന്ന ദൈവജ്ഞൻ ഇങ്ങനെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് വഴങ്ങുന്ന ആളാണെന്ന് നിങ്ങൾ ആദ്യമേ തന്നെ ധരിച്ചിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്? ഈ വളയാത്ത ഒരാളെ വിളിച്ചുകൊണ്ട് വന്നാൽ പോരെ? വേറൊരു സുഹൃത്തിൻ്റെ അനുഭവം പറയാം. അമ്പിളിച്ചേട്ടൻ്റെ പോലെ തന്നെ ഉള്ള ഒരാൾ, അദ്ദേഹം ചെന്ന് തടുക്കെട്ടി ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു അസ്വസ്ഥത തോന്നി. അദ്ദേഹം റേക്കി മാസ്റ്ററാണ്. എഴുന്നേറ്റു അതിൽ നിന്ന് അവർ വച്ചേക്കണ പലകയിൽ നിന്ന് എഴുന്നേറ്റ് അതൊന്ന് കുടഞ്ഞു വിരിക്കണമെന്ന് തോന്നി. ഇൻഡ്യൂഷൻ. അത് കുടഞ്ഞു വിരിച്ചപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു തകിട് വെളിയിൽ ചാടി. ദൈവച്ചന് വച്ചേക്കണ കൂടോത്രം വെച്ചിരിക്കും. അതിനുശേഷം അവനവൻ്റെ ആസനം കൊണ്ടുപോയിട്ട് ഇരിക്കുള്ളൂ എന്ന് തീരുമാനിച്ചു. അങ്ങനെയുണ്ട്. അപ്പോൾ അത് നമ്മുടെ സന്ദർഭത്തിൽ നിന്ന് മാറിപ്പോയി. നമുക്ക് ഈ സപ്താഹ ഈ നവാഹ ആചാര്യന്മാർ ധരിക്കുന്നുണ്ടോ രുദ്രാക്ഷം? ആരാണ് കേരളത്തിൽ ശരിയായിട്ട് രുദ്രാക്ഷം ധരിക്കുന്നത്? ഏതെങ്കിലും സന്യാസിമാർ ശരിയായിട്ട് രുദ്രാക്ഷം ധരിക്കുന്നുണ്ടോ? ഞാൻ സംസാരിക്കാൻ നോക്കുമ്പോഴൊക്കെ അവർ പറയണത് അവർ ദേഹം വിട്ടവരാണെന്ന് പറയുന്ന ഒപ്പം ഈ രത്നങ്ങൾ ധരിച്ചേക്കുന്ന ആളുകളെയും കൂടെ ഇരുത്തിക്കൊണ്ടാണ്. ഞാനൊരു സന്യാസിയോട് സംസാരിക്കുമ്പോൾ വേറൊരു സന്യാസി തൊട്ടടുത്തിരിക്കേണ്ട അദ്ദേഹം രുദ്രാക്ഷം ധരിച്ചിട്ടുണ്ട്, ഒരുപാട് രത്നങ്ങൾ ധരിച്ചിട്ടുണ്ട്. അപ്പോൾ രത്നങ്ങളൊക്കെ ധരിക്കുന്നുണ്ട് സ്വാമിമാരും. ആർക്കായാലും രുദ്രാക്ഷം ധരിക്കുന്നുണ്ടെങ്കിൽ ആ ധരിക്കുന്ന ആൾ പ്രോപ്പറായിട്ട് ചെയ്താലല്ലേ അതിൻ്റെ പ്രയോജനം കിട്ടുള്ളൂ. ദേഹം വിട്ട ആളാണെങ്കിൽ പിന്നെ കോപ്രായം കാണിക്കണം എന്തിനാ? എന്തെങ്കിലും കാണിക്കണം എന്തിനാ? വിവസ്ത്രരായിട്ട് നടക്കുന്ന ആളുകളുണ്ട്. അവർ ദേഹം വിട്ടത് കൊണ്ടാണ് വിവസ്ത്രരായിട്ട് നടക്കുന്നത്. പക്ഷേ ടൗണിൽ ഇറങ്ങുമ്പോൾ അവർ തന്നെ വസ്ത്രം ധരിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ശരീരബോധം ഉണ്ടെന്നാണ്. നമുക്ക് ജനങ്ങളെ കാണിച്ചു കൊടുക്കില്ല. നമ്മളടക്കമുള്ള ഇപ്പോൾ റേക്കി മാസ്റ്ററാണ് പൊതുജനങ്ങളോട് സംസാരിക്കുന്ന റേക്കി മാസ്റ്ററായിട്ടുള്ള തന്ത്രിയായിട്ടുള്ള രാജേഷ്, അമ്പലത്തിലെ പൂജാരിയായിട്ടുള്ള രാജേഷ്, ആ ലെവലിലുള്ള ആളുകൾ മുതൽ ഒരു വലിയ വിഭാഗം ആളുകളുടെ പ്രതിനിധികൾ, അവരുടെ മാതൃകകളാണ്. നമ്മളെ നോക്കുന്നുണ്ട്. അവർ നമ്മളെ നോക്കിയിട്ട് പലതും ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ സന്യാസി ഉറപ്പായിട്ട് അതിനേക്കാൾ വലിയ മാതൃകയാണ്. അവരെ നിയന്ത്രിക്കുമെന്നല്ല ഞാൻ ചെയ്യേണ്ടത്. പക്ഷെ അവർ സമൂഹത്തിന് മാതൃകയാവാൻ വേണ്ടിയിട്ട് സമൂഹം എന്താണോ ചെയ്യേണ്ടത് അവർ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ, മുഴുവൻ കാര്യങ്ങളിലല്ല, വിവാഹം കഴിച്ച് കുട്ടികളെ സൃഷ്ടിച്ച് കാണിച്ചു കൊടുക്കാനല്ല പറഞ്ഞ്, രുദ്രാക്ഷം ധരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ശാസ്ത്രത്തിൽ പറഞ്ഞേക്കുന്ന രീതിയിൽ അവർ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവർ കാണിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ അവർ ചെയ്യുന്നത് തെറ്റാണ്. അവർ സമൂഹത്തിന് തെറ്റായ മാതൃകകൾ സൃഷ്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ ആരാണ് ശരിയായ രീതിയിൽ രുദ്രാക്ഷം ആരും ധരിക്കുന്നില്ല എന്നാണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയത്. ശരിയായ രീതിയിൽ രുദ്രാക്ഷം ധരിക്കുന്നവരില്ലാത്തതുകൊണ്ടാണ് ഊണ് കഴിച്ചാൽ വിശപ്പ് മാറുമെന്ന് പറഞ്ഞിട്ട് പരസ്യം കൊടുക്കുന്ന ഒരാളുടെ ഗതികേടിലാണ് കോസ്മോക്കി അല്ലെങ്കിൽ ഞാൻ രുദ്രാക്ഷം ധരിച്ചാൽ നിങ്ങൾക്ക് സർവ്വ ഗുണങ്ങളും ഉണ്ടാവുമെന്ന് പരസ്യം കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കി വെച്ചിട്ടാണ് ഇത് ചെയ്യണത്. എല്ലാവർക്കും അറിയേണ്ട കാര്യമായിരുന്നു അതറിയാതെ പോയത് അവർ ശരിയായ രീതിയിലല്ല ചെയ്യണത് എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ ഇന്നും ചെറുപ്പക്കാരോട് പറയണത്, നിങ്ങൾ ഒരാൾ ഇപ്പോൾ കാര്യം ഗ്രഹിച്ചു, ഇതിട്ടിട്ട് എനിക്ക് മെച്ചമുണ്ടായി എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അത്രയും കൃതാർത്ഥനാണ്. കാരണം നിങ്ങളെ കുട്ടികളോട് നിങ്ങൾ പറയും, അവർക്ക് പ്രായമായി വരുമ്പോൾ നിങ്ങൾ അവരെ രുദ്രാക്ഷം ധരിക്കാൻ പ്രേരിപ്പിക്കും. അവരവരുടെ മക്കൾക്ക് ചുരുങ്ങിയത് 5 തലമുറയെങ്കിലും ഇത് ഉന്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 2026 ജീവിച്ചിരുന്നത് ഒരു കാരണമായാൽ അത്രയും നല്ലതെന്ന് വിചാരിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇതിൻ്റെ മുഴുവൻ ബിസിനസ്സും നമ്മൾ പിടിച്ചേക്കാമെന്ന് നമ്മൾ കരുതിയിട്ടേ ഇല്ല.